ഒരുപക്ഷെ യുദ്ധം ഉണ്ടായാൽ അത് കേരളത്തിലും ഭീഷണിയാണോ? എന്ത് സംഭവിക്കും കേരളത്തിൽ? ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യമാണ് താങ്കളുടെ ഈ ചോദ്യത്തിലൂടെ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയൊക്കെ യുദ്ധമുണ്ടായിരുന്നാലും എപ്പോഴൊക്കെ യുദ്ധമുണ്ടായിരുന്നതും കേരളം അവിടെ ഒരു പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് കേരളത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ്. സിവിൽ ഡിഫൻസിൻ്റെ ഒരു പ്രാക്ടീസ് നടത്തിയപ്പോൾ തന്നെ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നടത്താനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരുന്നു. കുറേയൊക്കെ കളക്ടർമാരും അവരും അധികാരികളൊക്കെ കേരളത്തിലെ സിവിൽ ഡിഫൻസൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം? എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളൊരു കോസ്റ്റൽ സംസ്ഥാനമാണ്. അതായത് നമ്മുടെ അറേബ്യൻ സീയും ഇന്ത്യൻ മഹാസമുദ്രവും ഒക്കെ തൊട്ട് കിടക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനടുത്തുള്ള നമ്മുടെ നെയ്ബേഴ്സ് ശ്രീലങ്കയുണ്ട്, മാൽഡീവ്സ് ഉണ്ട്, പിന്നെ മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഉള്ള ഒരു മാറിയ ചിന്താഗതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരുടെ മാറിയ ചിന്താഗതി അടുത്ത സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാൽഡീവ്സിൻ്റെ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ അവർ ഇന്ത്യ ഒരു ഫ്രണ്ട്ലി രാഷ്ട്രം എന്നതിനേക്കാൾ ചൈനയോട് അടുക്കാൻ ശ്രമിച്ച ഒരു രാജ്യമാണ് മാൽഡീവ്സ്. ചൈന അതിന് മുതലെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടുകൂടി ചൈന ഈ ഏരിയാസിൽ ഇന്ത്യൻ ഓഷ്യനിലൊക്കെ അവരുടെ നേവൽ ബേസ് കൊണ്ടുവരാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് നടക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെ അവരുടെ നേവൽ ബേസ്, അവരുടെ ഷിപ്പുകളൊക്കെ ഈ ഭാഗത്ത് ഇപ്പം ഡോമിനേറ്റ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ അറേബ്യൻ സീ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കോസ്റ്റൽ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് തൊട്ട് താഴോട്ട് നോക്കുമ്പോൾ കേരളം വരയ്ക്കും ആ എൻഡ് വരയ്ക്കും ആ സീയുടെ കോസ്റ്റൽ ബെൽറ്റാണ്. അപ്പം നേവൽ ആക്ഷൻസ് ഈ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വാറൊക്കെ ഉണ്ടാകണമെങ്കിൽ ആ ഒരു ഫ്രണ്ടിനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ നേവിയെ അവിടെ എൻഗേജ് ചെയ്യാനുള്ള ഒരു ശ്രമം പാകിസ്ഥാനിൽ നിന്നായാലോ അല്ലെങ്കിൽ ചൈനയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് വന്നുകൂടാന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യനിലും അറേബ്യൻ സീ ഏരിയാസിലുമുള്ള ഫ്ലീറ്റുകൾ, അത് നമുക്കെതിരായിട്ടുള്ള ഫ്ലീറ്റുകൾ ആരുടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു സപ്പോർട്ടോടുകൂടി നമ്മളെ ചെറുതായിട്ടൊക്കെ ഉപദ്രവിച്ചു കൂടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലേക്കാണ് പ്രധാനമായിട്ടും ആൾക്കാർ വരാൻ പോകുന്നത്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ കൊച്ചിയും തിരുവനന്തപുരവും വല്ല പ്രയോറിറ്റിയുള്ള ഏരിയ ആയിട്ട് തന്നെയാണ് ഇന്ന് ഇത് കാണുന്നത്. പിന്നൊരു കാര്യമെന്ന് പറയുമ്പോൾ ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള കോസ്റ്റൽ ബെൽറ്റിൽ അവരൊന്ന് എസ്കലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അവരുടെ നേവി ഒന്ന് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് കേരളത്തിൻ്റെ ഏരിയയിൽ വന്ന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്തു കൂടാനൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിനുള്ള ഒരു പ്ലാനിങ് എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ കഴിഞ്ഞത് ഇന്ത്യൻ നേവി ഇന്നത്തെ സ്റ്റേജിൽ അറേബ്യൻ സീയിൽ കംപ്ലീറ്റ് നേവൽ മൂവ്മെൻറ്റ്സിനെയും ബ്ലോക്ക് ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ഇന്ത്യൻ നേവി നിൽക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവിക്ക് അവിടെ ഡോമിനേറ്റ് ചെയ്തിട്ട് ഏത് തരത്തിലുള്ള അഗ്രഷൻ അല്ലെങ്കിൽ ഒരു തുടർക്കയറ്റം ഇങ്ങോട്ട് ഈ ഏരിയയിലോട്ട് വരാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ നേവി അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു രൂപത്തിൽ ഇന്ന് തയ്യാറെടുപ്പോടുകൂടി നിൽക്കണം. നമുക്ക് തന്നെ ലക്ഷദ്വീപിൽ നമ്മുടെ നേവൽ ബേസ് ഉണ്ട്. ആ നേവൽ ബേസിലൂടെയും മാത്രമല്ല ഈ അറേബ്യൻ സീയിലുള്ള നേവലിൻ്റെ ആ ഒരു ഏരിയയിൽ, നമ്മുടെ ഏരിയയിൽ അവർ തീർച്ചയായിട്ടും ആരെയും കടത്തിവിടാനുള്ള ഒരു സാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പറ്റാത്ത രീതിയിലുള്ള ഒരു ബ്ലോക്കേഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളും അതിനുള്ള ട്രെയിനിങ്ങും ഒക്കെ നടത്തി അവരത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരു പേടിക്കേണ്ട അവസ്ഥയില്ല. പക്ഷേ ഒരു നേവൽ ഒരു അറ്റാക്ക് ഉണ്ടായാൽ അത് സൗത്ത് ഇന്ത്യയിലേക്ക് ഒരു അപ്രോച്ചായിട്ട് ഇപ്പം നമുക്ക് ഉണ്ടായിരിക്കുന്നതൊക്കെ ഇപ്പോൾ JNKയിലായാലും ശരി, ഇന്ത്യയിലെ പഞ്ചാബിലായാലും ശരി, ഇന്ത്യയുടെ JNKയിലായിരുന്നാലും ശരി, പിന്നെ ആ ഭാഗത്തുള്ള ഇപ്പം ഗുജറാത്ത് വരെയുള്ള രാജസ്ഥാൻ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്തപ്പോഴും അവിടുത്തെ ലോക്കൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ അവർ യുദ്ധസമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ബോർഡർ ഏരിയസിൽ താമസിക്കുന്നവർക്ക് അവിടെ നിന്ന് മാറിയൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലോ അല്ലെങ്കിൽ ഈ ബോർഡർ ഏരിയാസിൽ ഈ കടലോരത്തുള്ള ആൾക്കാർക്ക് അത് ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സാധ്യത ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ കേരളത്തിനെ അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആ തരത്തിലുള്ള, പിന്നെ ഈ ലോങ് റേഞ്ച് മിസൈൽസൊന്നും നമുക്ക് വളരെയധികം എഫക്റ്റീവ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഈ ഒരു നേവൽ അല്ലെങ്കിൽ ഒരു സീ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ഇരിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് കുറച്ച് അഫക്റ്റ് ചെയ്യും. പിന്നെ കേരളത്തിൻ്റെ ജനത ഇതൊന്നും കാണാത്ത ആൾക്കാരാണ്. യുദ്ധം എന്താണെന്നും യുദ്ധത്തിൻ്റെ സ്വഭാവം എന്താണെന്നും യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അത് കാണാത്തിടത്തോളം അവർ പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലാത്തിടത്തോളം പിന്നെ ഇവിടെ ഒരു പോപ്പുലർ സപ്പോർട്ട് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പോപ്പുലർ സപ്പോർട്ട്, ഒരു ലോക്കൽ സപ്പോർട്ട് ഒരു ടെററിസ്റ്റിന് ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ എന്നാലും സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുണ്ട്, അവരുടെ ആൾക്കാരിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ
ചിലപ്പോൾ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടായാൽ ഒരു ടെററിസ്റ്റ് ആക്ഷൻ ഇവിടെ നടന്നു കൂടാമെന്നില്ല. ബോംബെയിൽ നടന്നില്ലേ? ബോംബെയിൽ പിന്നെ നടന്ന ടെററിസ്റ്റ് ആക്ഷൻ പോലെ ഇവിടെ ഒരു സിവിലിയൻ ടാർഗറ്റ് സെലക്ട് ചെയ്ത് നടത്തിക്കൂടാന്നൊന്നുമില്ല. കാരണം എപ്പോഴും പോപ്പുലറായിട്ടൊരു ലോക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ ടെററിസത്തിന് വിജയിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ലോക്കൽ സപ്പോർട്ട് കേരളത്തിലുണ്ടെങ്കിൽ, അതുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ടെററിസ്റ്റ് ആക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിക്കൂടുന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ അതിനൊക്കെ ഒരു ജാഗരൂകരാണ്. നമ്മുടെ പോപ്പുലേഷൻ ഇവിടെ ജാതി മതഭേദമന്യേ നമ്മുടെ പോപ്പുലേഷൻ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലും നമുക്കൊരു രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ആ രാഷ്ട്രീയത്തിനിടയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളവരാണ്, താല്പര്യമുള്ളവരാണ്, അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. ഇവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും ആ ഒരു എമർജൻസി കോളിൽ നമുക്ക് ഇവിടെ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രത്യേക ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് തന്നെയാണ് ഈ നേവൽ ഇതുണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട തിരുവനന്തപുരവും കൊച്ചിയുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. അത് ഒരു സീ അപ്രോച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് കടന്നു കയറാൻ പറ്റുന്നത് ഒരു ഏരിയയാണ്. നമുക്കറിയാം കൊച്ചിയിലൊക്കെ നേവൽ ബേസ് ഓൾറെഡി ഉള്ളതാണ്. അവരുടേതായിട്ടുള്ള ഡിഫൻസ് സിസ്റ്റംസൊക്കെ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എന്നാൽ തന്നെയും കൊച്ചിയിലും തിരുവനന്തപുരത്തുമൊക്കെ കയറാനുള്ള, അല്ലെങ്കിൽ ഒരു അപ്രോച്ച് ഉണ്ടാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു വേ ത്രൂ ഉണ്ടാക്കാനുള്ള എളുപ്പമായിട്ടുള്ള കാര്യം ഉള്ളതുകൊണ്ടും ബേസ് ഉള്ളതുകൊണ്ടൊക്കെയാണ് തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ. പിന്നെ പ്രധാനപ്പെട്ട 2 നഗരങ്ങളാണ്. കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ട്രേഡിൻ്റെയും നമ്മുടെ കൊമേഴ്സ്യലായിട്ടുള്ള ഒരു ക്യാപിറ്റലും, ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ ഒരു സ്ഥലസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം ഉള്ളതുകൊണ്ട് ഈ 2 സ്ഥലങ്ങളിലും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു സീ അപ്രോച്ച് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സീ അപ്രോച്ച് ഉപയോഗിക്കണമെന്നവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ഡോമിനൻസോടുകൂടി നമുക്ക് ഇത് പ്രതീക്ഷിക്കാമെന്നുള്ളതല്ലാതെ, ചിന്തിക്കാമെന്നുള്ളതല്ലാതെ ഒരു ത്രെട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു 100% ത്രെട്ടൊന്നും ഇന്ന് തിരുവനന്തപുരത്തിനോ കൊച്ചിക്കോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സംസ്ഥാന വ്യാപകമായിട്ട് മോക്ക് ഡ്രില്ലുകൾ നടന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഇനി പൊതുജനങ്ങൾ എങ്ങനെയാണ് അത്തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകളോട് സഹകരിക്കേണ്ടത്? അതായത് ഈ പിന്നെ ബ്രിഗേഡിയർ സതീഷ് ഇന്നലത്തെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ DD ന്യൂസിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴേ മോക്ക് ഡ്രില്ലിൻ്റെ പ്രാക്ടീസ് നടന്നു എന്നുള്ളത്. ഈ മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത് നമുക്കൊരു എമർജൻസി ഉണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു മോക്ക് ഡ്രില്ലാണ്. അത് യുദ്ധമുണ്ടായാൽ തന്നെ മറ്റുള്ള കാര്യങ്ങളിലായാൽ തന്നെ ഓരോ സമയത്ത് ഓരോന്നൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു പ്രളയം ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഒരു യുദ്ധത്തിൻ്റെ എമർജൻസി ഉണ്ടായാൽ മോക്ക് ഡ്രില്ലിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പിന്നെ ആംബുലൻസ് ആൾക്കാരെ ഓക്യുപ്പേഷൻ, എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടായാൽ അവരെ നമ്മൾ മാറ്റുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഒരു ബോംബാർഡ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ വീട്ടുകാരൊക്കെ എങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിലുള്ള ഡ്രില്ലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ ഡ്രില്ലുകൾ ഞാനൊരിക്കൽ ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ഒരു മീറ്റിങ്ങിൽ എന്നെ കൂടെ ക്ഷണിച്ച് ഞാൻ പോയിട്ടുള്ളതിൽ ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞതാണ്. ഇവിടെ പലതരത്തിലുള്ള, ഇപ്പോൾ ഇവിടുത്തെ നമുക്കൊരു ആർമിയുടെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു ബ്രിഗേഡ് ഉണ്ട്. അവർ വഴി തന്നെ നമുക്ക് പല കാര്യങ്ങളും ഡ്രില്ലായിട്ട് പ്രാക്ടീസ് ചെയ്യാനും നമ്മുടെ നാട്ടുകാരുടെ ഇടയ്ക്ക് ഇതൊക്കെ പഠിച്ചു വയ്ക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം ഉണ്ടാകണം എന്നുള്ളത് സത്യമായിട്ടൊരു കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമുക്ക് അങ്ങനെ ഒരു എമർജൻസി ഫേസ് ചെയ്യേണ്ടി വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ കാഷ്വാലിറ്റീസ് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ കാഷ്വാലിറ്റീസ് കുറയ്ക്കാനോ ഒക്കെ സാധിക്കുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ ഈ മോക്ക് ഡ്രില്ലിലൂടെ പഠിക്കുന്ന ചില ഡ്രില്ലുകൾ. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അത് ഉപയോഗിക്കാൻ. കാരണം ഇപ്പം നമ്മളെക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഈ ബോർഡർ ഏരിയാസിലുള്ള സ്റ്റേറ്റുകൾ, അത് ജമ്മു കാശ്മീർ ആയിരുന്നാലും നമ്മുടെ രാജസ്ഥാനായിരുന്നാലും ഗുജറാത്ത് ആയിരുന്നാലും ആ സ്റ്റേറ്റുകളിലൊക്കെ ഈ മോക്ക് ഡ്രില്ലുകൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. കുടുംബങ്ങൾ ബങ്കറിലേക്ക് ഒരു ചെറിയ ആക്ഷൻ ഉണ്ടായാൽ അവർക്കൊരു അലാറം കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഭംഗിയായിട്ട് അറിയാം. അവർ നേരെ ഒരു ബങ്കറിലേക്ക് പോകും. അപ്പോൾ ഒരു ഷെല്ലിങ് ഉണ്ടായാലും അവർക്ക് പ്രശ്നം ഉണ്ടാകില്ല. അതേപോലുള്ള സിസ്റ്റംസ് നമ്മുടെ നാട്ടുകാർ പഠിക്കുന്നതും മോക്ക് ഡ്രിൽ വഴി നമ്മളതൊക്കെ മനസ്സിലാക്കി വയ്ക്കുന്നതും അങ്ങനെ ഒരു എമർജൻസി ഫേസ് ചെയ്യാനുള്ള ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ തന്നെയും നമ്മളതിന് തയ്യാറായിരിക്കേണ്ട ഒരു സമൂഹമാണ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. രാജ്യത്തുടനീളം സംഭവിക്കാവുന്ന പ്രശ്നങ്ങളിൽ കേരളത്തിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് പല രീതിയിൽ, ഇപ്പോൾ കടൽ വഴിയായാലും ലോങ് റേഞ്ച് മിസൈൽസ് വഴിയായാലും ഒക്കെ ഉള്ള അറ്റാക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് കൗണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളതിനുള്ള ഡ്രില്ല് നമ്മൾ അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് നല്ലത് തന്നെയായിരിക്കും.